എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരു കാലം നമുക്കിനിയും വരാനുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ചെറിയ കാലത്ത് നമ്മളെ മാതാപിതാക്കൾ നമ്മളെ നോക്കി എങ്കിൽ അതുപോലെ എന്റെ വല്യുപ്പ കിടന്ന കിടപ്പ് തന്നെയാ. ഒരടി നടക്കാൻ വല്യുപ്പാക്ക് പറ്റുന്നില്ല. അതേ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തുമ്പോ സ്വന്തം മക്കള് ആ ആയുസ് മുഴുവനും ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച അതേ മക്കള് ഒന്ന് പരിഗണിക്കാതിരിക്കുമ്പോ ഏത് വാപ്പാന്റെയും ഉമ്മാന്റെയും നെഞ്ചൊന്നു പെടയും. പക്ഷെ ശപിക്കൂല ഒരു ഉമ്മയും വാപ്പയും. കാരണം ഞാൻ വാപ്പയായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ശപിക്കൂല ഒരു ഉമ്മയും വാപ്പയും. പക്ഷേ മക്കളെ, മരുക്കളെ, സ്വന്തം വാപ്പാന്റെയും ഉമ്മാന്റെയും നിലയും വിലയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഭൗതിക ഡിഗ്രി കൊണ്ടും സ്ഥാനം കൊണ്ടും ഒരു നേട്ടവുമില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് അള്ളാഹു നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും എന്റെ യാത്രയിൽ എനിക്ക് കിട്ടുന്ന സംരക്ഷണവും എന്റെ ഉമ്മാന്റെയും വാപ്പാന്റെയും പ്രാർത്ഥനയാ. ഞാൻ ഇപ്പൊ ചെല്ലുമ്പോ പോലും ജീവിതത്തിലേക്ക് എന്നെ കാത്തിരിക്കുന്ന എന്റെ ഉമ്മ, ഞാൻ പോരുന്ന സമയത്ത് എന്റെ വീട്ടിന് കാവല് പോലെ വന്നു നിൽക്കുന്ന എന്റെ ഉമ്മ, അവരാണ് എന്റെ ബർക്കത്ത്, അവരാണ് എന്റെ റഹ്മത്ത്. ആ വാർദ്ധക്യമാണ് എന്റെ ഏറ്റവും വലിയ ഭംഗി. അല്ലാതെ വയസ്സന്മാര് വീട്ടിലുണ്ടാകുമ്പോ ഒരു സ്വൈര്യല്ലാന്നും രണ്ടെണ്ണവും മരിച്ച് കബറിലേക്ക് പോകുമ്പോ ഇപ്പം ഭയങ്കര സ്വാതന്ത്ര്യ, പൊരയിലൊരു സ്വാതന്ത്ര്യമുണ്ട്, ഓല നോക്കണ്ടല്ലോ, പിന്നെ അവരുടെ ചിന്തകൾ അറിയണ്ടല്ലോ, ഇപ്പയാ ഞാൻ ജീവിക്കാൻ തുടങ്ങുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഉമ്മയും വാപ്പയും മണ്ണുക്ക് മടങ്ങുമ്പോ. പക്ഷേ അള്ളാഹ് തിരിച്ചു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താണെന്നറിയോ? ഉമ്മനെയും വാപ്പനെയും നോക്കാത്തവർക്ക് അവര് മണ്ണുക്ക് മടങ്ങുന്ന അന്ന് മുതൽ നമ്മളെ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു പെടച്ചില് വരും. ആ പെടച്ചിൽ എന്താണെന്നറിയോ? സ്വന്തം മക്കള് നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുമ്പോ നമുക്ക് തോന്നും ഇതെനിക്ക് കിട്ടേണ്ടതാ. കാരണം എന്റെ ഉമ്മാനെയും വാപ്പാനെയും ഞാൻ നോക്കിയിട്ടില്ല, എന്റെ ഭർത്താവിന്റെ ഉമ്മനെയും വാപ്പനെയും ഞാൻ നോക്കിയിട്ടില്ല, എന്റെ പെണ്ണിന്റെ ഉമ്മനെയും വാപ്പനെയും ഞാൻ നോക്കിയിട്ടില്ല. ആ കുറ്റബോധം ഉണ്ടല്ലോ, ആ നീറലുണ്ടല്ലോ മക്കളെ. ഒരു കൊല്ലം നിന്ന് ഹജ്ജ് ചെയ്താലും, ഒരായുസ് മുഴുവൻ നിസ്കരിച്ചാലും, 1 കോടി ഉറുപ്യ ദാനം ചെയ്താലും ആ നീറൽ ഉള്ളിന്റെ ഉള്ളിന്ന് പോവില്ല. ആ രക്ഷിതാക്കളെ നോക്കാത്ത മക്കൾക്ക് അള്ളാഹ് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷയാണത്. അതനുഭവിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ഖുതുബക്കൊക്കെ കേറുമ്പോൾ ചില മക്കൾ വന്ന് കൈയോടിച്ചിട്ട് പറയും, ഉസ്താദേ ഒന്ന് ദ്വാരക്കണം, മനസ്സിനെന്തോ ബേജാറ്, ഉമ്മനെയും വാപ്പനെയൊക്കെ ഉറക്കത്ത് കാണുന്നുണ്ട്. ആയുസുള്ളപ്പം ഉമ്മനെയും വാപ്പനെയും നല്ലോണം മുഖം കണ്ടിട്ടില്ല. ആ മരിച്ചതിന് ശേഷം ഉറക്കത്ത് കാണുമ്പോഴേക്കും അവന് പേടി വരാൻ തുടങ്ങി. ആ ഒരവസ്ഥ മക്കളെ നമുക്ക് വരാതിരിക്കാൻ നമ്മളെ അഡ്രസ് നമ്മളെ മാതാപിതാക്കളാ. ഇപ്പോഴും ഞാനൊരു മകനാ എന്റെ ഉമ്മന്റെയും വാപ്പന്റെയും. അവരില്ലാണ്ടായാൽ ഞാൻ യത്തീമായി കഴിഞ്ഞ്, പിന്നെ എന്റെ അഡ്രസ് അവിടെ തീർന്ന്. പിന്നെ എനിക്ക് തായോട്ടെ പറയാനുള്ളൂ, എന്റെ ഭാര്യ, എന്റെ മക്കള്. എന്റെ അഡ്രസ് പോലും എന്റെ മാതാപിതാക്കളാണെങ്കിൽ അതുള്ള കാലത്ത് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പറ്റണം. അങ്ങനെയുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളാവാനും നല്ല മക്കളാവാനും രക്ഷിതാക്കളാവാനും നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ്